അപ്പോൾ ഇതിന് കാലപരിധികളില്ല. ഈ സാധനത്തിന് ഈ സാധനം മരങ്ങൾ ഇതിൻ്റെ അകത്താണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരമ്പാടും കാലത്തിന് ഇത് ശരിക്കും പറയാനാണെങ്കിൽ ഇപ്പോൾ ഇത് ഫ്ലേവറല്ലേ, ക്ലാസ് ഫ്ലേവറല്ലേ. നമ്മളെ ബുള്ളറ്റ് ഉണ്ടല്ലോ, പിസ്റ്റോള്, നമ്മൾ മലയാളത്തിൽ പറയും പിസ്റ്റോളെന്ന്, വലിയത് പറയും തോക്കെന്ന് പറയും, പറഞ്ഞു മനസ്സില്ല. പക്ഷെ ഇതിന് അത് വെച്ചാൽ ചിലപ്പോൾ ഓട്ട, ചില സമയങ്ങളിൽ ചിലപ്പോൾ ഓട്ടായിന്ന് വരും. ആ സ്ഥാനത്ത് വലിയ ഫ്ലേവർ ഉണ്ടല്ലോ, വലുത്, ആൾക്കാർ കൂടുതൽ കയറണ 50 ആൾ 45 ആളൊക്കെ കയറണില്ല. ആ ഫ്ലേവറിന് തോക്കുകൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് അതുമാതിരി അടിച്ചിങ്ങാണ്ട് ബുള്ളറ്റ് തീർച്ചു പോകും, ബുള്ളറ്റ് കയറൂല. എന്നാൽ ഇതിനങ്ങനെ ഒരു ശക്തി ഉണ്ട്. നമ്മൾ കാണണമാതിരല്ല ഈ സാധനത്തിൻ്റെ രൂപം. ഇതും അതിൻ്റെ വോയിലും കൂടി ചേർത്തിയാൽ ഇത് വൻ ശക്തിയാണ്. പെട്ടെന്ന് നമുക്ക് മുറിച്ച് വലിച്ചാലൊന്നും മുറിച്ചൊന്നും കിട്ടൂല, കഷ്ടം കിട്ടൂല, അങ്ങനെയൊന്നും കിട്ടൂല. ഇത് ജോയിൻ്റായി പോയാൽ പിന്നെ ഇത് പെട്ടെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ബോഡി അത് അവിടെ ഇരിക്കണം, ആ പ്രാക്കൂടിൻ്റെ കേക്ക് ഭാഗത്ത്, പ്രാക്കൂടിൻ്റെ കേക്ക് ഭാഗത്തിൻ്റെ ഒരു ബോഡി ഇരിക്കണം. അത് ഫ്ലേവർ പുതിയത് വെച്ചാണ്, പുതിയത് വെച്ചിട്ടേ നമ്മളെ വെച്ച പണിക്കാർ ആ ഒരു ഉടമസ്ഥർ കൊണ്ടുപോയില്ല, അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മരയും ഇതും കൂടി ജോയിൻ്റ് ആയാൽ, ഈ ഓയിലും കൂടി ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് വൻ ശക്തിയാണ്. ഇതിപ്പോൾ 1,40,000 ഉറുപ്പ്യെല്ലാം കൊടുക്കേണ്ടി വരും. ആ, അതാ ഒന്നാ കവച്ചിട്ടിക്കണ്, അതൊരു 1,10,000 ഉറുപ്പ്യല്ലോ. ഇതിൻ്റെ അകത്ത് വെക്കണ ഫ്ലേവർ ഉണ്ടല്ലോ, ഫ്ലേവറും ഇതിൻ്റെ എഞ്ചിനെല്ലാം കൂടി വലിയ ചിലവാണെന്ന്. അപ്പോൾ ഒരു വലിയ ഫ്ലേവർ ഇതിൻ്റെ അകത്ത് വെക്കണ വലിയൊരു ഫ്ലേവർ 36 അത് വെക്കണമെങ്കിൽ ഒരു 6 ലക്ഷം ഉറുപ്പ്യ വേണം. ആ, 6 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ വലിയ വെള്ളമല്ലേ, വലിയ വെള്ളം അതവിടെ കിടക്കണ്, അതിന് 50 ലക്ഷം വേണം. ഇപ്പം നിങ്ങൾ 6 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ നെട്ടി. അത് വേണമെങ്കിൽ 50 ലക്ഷം വേണം, അതിൻ്റെ എഞ്ചിനും ആ ബോഡിയും കൂടി. പിന്നെ അതിൻ്റെ സെറ്റപ്പ് അടക്കം വരാനാണെങ്കിൽ 1 കോടിൻ്റെ മേലെ വരും. 2 പാല, അതിൻ്റെ സാധനങ്ങൾ അതും ഇതെല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോൾ 1 കോടിൻ്റെ മേലായിട്ട് വരും. അപ്പോൾ കോഴിനിപ്പോൾ അങ്ങനെ വലിയ വില ഒന്നുമില്ല. അപ്പോൾ ഈ മീൻ പിടിക്കാൻ പോണവർ, നമ്മൾ പറഞ്ഞില്ലേ മീൻ പിടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ്, അവർ വലിയ മുതൽ മുടക്കിലാണ് പോണത്. പൈസ കുറച്ചൊന്നും പോരാ, അവർ പോണത് കോടികളെ മേലാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള കഥ നിങ്ങൾ ചോദിച്ചാലേ ഇപ്പം അത് നമ്മൾ തെറിയും പാലും കിട്ടൂല, നമുക്ക് വാല്യൂ കിട്ടൂല. ഗവൺമെൻറ് ചിലപ്പോൾ കൊടുക്കാൻ വിചാരിച്ചാൽ ഗവൺമെൻറ് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ലോണൊക്കെ കൊടുക്കും. ഒരു 10 ലക്ഷം ഉറുപ്പ്യ ലോൺ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു 20 ആൾ നമ്മളെ ഐഡൻറ്റി കാർഡും റേഷൻ കാർഡും നമ്മളെ അക്കൗണ്ട് ബുക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അതിനകത്ത് കയ്യൊപ്പന്നെ ഇടണം. എന്നോണ്ട് എഴുതാൻ പറ്റില്ല. അവരിൽ നിന്ന് ഒരു 10 ലക്ഷത്തിൻ്റെ ലോൺ വാങ്ങലെങ്കിൽ ഇവിടെ 1.5 കോടിൻ്റെ സാധനം ഉണ്ട്, അതിനാണ് ഒരു 10 ലക്ഷം ചോദിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കണം. ആള് കൈകൊണ്ട് ഈ കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ള ഈ ഒപ്പ്. എന്നോണ്ട് എഴുതി ഒപ്പിടാൻ പറഞ്ഞാൽ പറഞ്ഞു അത് പറ്റില്ലാന്ന്. രജിസ്റ്റർ ഓഫീസിൻ്റെ മാതിരി രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്വത്തെടുത്താൽ രജിസ്റ്റർ ചെയ്യാൻ പോയാൽ നമ്മൾ കയ്യൊപ്പല്ല ഇട്ട് കൊടുക്കുന്നത്. അന്നമാതിരാണ് ഇപ്പം ബാങ്കുകാരിക്ക്. നമ്മൾ സാധാരണ ഒപ്പിട്ട് കൊടുത്താൽ അവർ സ്വീകരിക്കില്ല, അത് ശരിയല്ല എന്ന് പറയും, നിങ്ങൾ കയ്യൊപ്പിട്ടോളാന്ന് പറയും. മനസ്സിലല്ലേ? അപ്പം ബാങ്കുകാരിക്ക് ഒരു 10 ലക്ഷം കൊടുക്കണമെങ്കിൽ തന്നെ ബാങ്കുകാരിക്ക് ഭയങ്കര ഒരു സഹതാപാണ്. അതേ സ്ഥാനത്ത് ടാറ്റക്കും പിള്ളേക്കും 1000 കോടി വേണമെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ അങ്ങനെ കണ്ട് നോട്ട് നീക്കിക്കാണ്ട് കൊടുക്കും. അവർ ടാക്സ് കൊടുത്തില്ലാങ്കിലും വേണ്ടിയില്ല, പൈസ കൊടുത്തില്ലാങ്കിലും വേണ്ടിയില്ല. അവർക്കൊക്കെ ആണെങ്കിൽ ഒരു 1000 കോടി ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടിട്ടില്ലേ ഇതിൻ്റെ മുമ്പിട്ട്. പിന്നെ ആരാണ് നമ്മളെ ഇന്ത്യൻ്റെ വലിയ പണക്കാരൻ്റെ പേരെന്താണ്? അംബാനി. അംബാനിൻ്റെ എത്രയോ കോടികൾ എഴുതി തള്ളിയത്. എത്ര എൻ്റെ ഓർമ്മയിലാണെങ്കിൽ പിന്നെ പറയാനാണെങ്കിൽ 700 കോടിയായിട്ട് എഴുതി തള്ളി.
അപ്പോൾ 700 കോടി അംബാനി എന്തിനു മേടിച്ചത്? അംബാനി പട്ടിണി എടുത്തിട്ടാണ്. അംബാനി ഒന്നും തിന്നലൊന്നുമില്ല. അപ്പം പിന്നെ അംബാനി ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ മേടിച്ച് 700 കോടിയായിട്ട് അംബാനി കൊടുക്കാനുണ്ടായിരിക്കുന്നു. എന്നിട്ട് ഈ BJP സർക്കാർ വന്നിട്ട് അതാണ്ട് എഴുതി തള്ളി. അപ്പം എന്താ എഴുതി തള്ളിയത്? നമ്മളാണെങ്കിൽ 1000 ഉറുപ്പ്യ എഴുതി തള്ളു. നമുക്കൊരു 1000 ഉറുപ്പ്യ എഴുതി തള്ളെന്താണെങ്കിൽ ഇന്നിപ്പോൾ തരണാണെങ്കിൽ 2 കൊല്ലം 30 അലൗൺസ് ചെയ്തിട്ടുണ്ടാവും അവർ. TV യിലും മൊബൈലിലും വാർത്താവിനിമയത്തിലും എല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യണ്ടാവും.